മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരനാണ്. 1928 പ്രദർശനം തുടങ്ങിയ ആ സിനിമ ഒരു നിശബ്ദ ചിത്രമായിരുന്നു. വിഗതകുമാരൻ എന്നാൽ നഷ്ടപ്പെട്ട കുട്ടി എന്നാണ് അർത്ഥം. ജെ.സി. ഡാനിയൽ എന്ന യുവാവിൻ്റെ അശ്രാന്ത പരിശ്രമവും ലക്ഷ്യബോധവുമായിരുന്നു മലയാളത്തിൽ ലഭിച്ച ആ ആദ്യ ചിത്രം. കളരിപ്പയറ്റിൽ പ്രഗത്ഭനായിരുന്ന ഡാനിയൽ തൻ്റെ സിനിമയിൽ കളരിപ്പയറ്റും ചേർക്കുകയുണ്ടായി. നിർമ്മാതാവ് മാത്രമായിരുന്നില്ല ഡാനിയൽ. വിഗതകുമാരൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നതുകൂടി ഡാനിയലിൻ്റേതായിരുന്നു. ചിത്രത്തിൽ അഭിനയിക്കുക കൂടി ചെയ്തു. ചന്ദ്രകുമാർ എന്ന കുട്ടിയെ ഭൂതനാഥൻ എന്നയാൾ സിലോണിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. മാതാപിതാക്കൾ ഏറെ അന്വേഷിച്ചിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. കാലങ്ങൾക്ക് ശേഷം യുവാവായ ചന്ദ്രകുമാർ കേരളത്തിൽ തിരിച്ചെത്തുന്നത് എസ്റ്റേറ്റ് മാനേജരായാണ്. കൂടെ ജയചന്ദ്രൻ എന്ന സുഹൃത്തും. ജയചന്ദ്രൻ സരോജ എന്ന യുവതിയെ പ്രണയിക്കുന്നു. സരോജ തൻ്റെ യഥാർത്ഥ സഹോദരിയാണെന്ന് ചന്ദ്രകുമാർ തിരിച്ചറിയുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുന്നു. ഡാനിയലിൻ്റെ ചെറിയ കുട്ടി സിനിമയുടെ പ്രിൻ്റ് കത്തിച്ചു കളഞ്ഞതിനാൽ പ്രിൻ്റ് പോലും ഇന്ന് ലഭ്യമല്ല. തൻ്റെ സ്വത്ത് വിറ്റിട്ടാണ് ജെ.സി. ഡാനിയൽ ഈ സിനിമ നിർമ്മിച്ചത്. പടം പരാജയപ്പെട്ടു. ഡാനിയൽ നിർധനനായി. വാർദ്ധക്യം ഏറെ പ്രയാസകരമായി. അതിനോടൊപ്പം പക്ഷാഘാതവും അദ്ദേഹത്തിന് വന്നു. അന്ധതയും പിടികൂടി. അന്ന് അവശ കലാകാരന്മാർക്ക് 300 രൂപ പെൻഷൻ ഉണ്ടായിരുന്നു. അതിന് അപേക്ഷിച്ചെങ്കിലും മലയാളം സംസാരിക്കാത്ത ചിത്രമായതിനാൽ അതിനുള്ള അർഹതയും ഇല്ലെന്ന് പറഞ്ഞ് അപേക്ഷ തള്ളി. ഒടുവിൽ മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന, ആദരിക്കുന്ന ആ മഹാമനുഷ്യൻ ദാരിദ്ര്യത്തിൽ ഇഹലോകവാസം വെടിഞ്ഞു.